കശുവണ്ടി അഴിമതി കേസിൽ സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതി ഇലക്ഷൻ നടപടി കണ്ടെത്തിയാണ് ഉത്തരവ് തിരുത്താൻ ആവശ്യപ്പെട്ടത്. എന്നാൽ തെറ്റ് തിരുത്താതെ ഇലക്ഷൻ ഇല്ല എന്ന് സർക്കാരിന് വാദിക്കാൻ കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, കോടതിയുടെ ഈ വിമർശന പശ്ചാത്തലത്തിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കാനാണ് സാധ്യത? ദിവിഷ്, സർക്കാർ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം സർക്കാരിനെ തിരുത്തണമെങ്കിൽ നേരത്തെ തന്നെ തിരുത്താനുള്ള അവസരമാണ് കോടതി നൽകിയത്. അതുകൊണ്ടാണ് കോടതി ഇന്ന് ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്. സർക്കാരിന് കോടതി നൽകിയ ഔദാര്യം അത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ കോടതി ലക്ഷ്യം നടന്നുവെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടിയിലേക്ക് പോവുകയും സർക്കാരിനോട് അതിൽ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഈ കേസിലെ പ്രതികളായ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് സർക്കാർ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. CBI നൽകിയ റിപ്പോർട്ടിൽ ഒരു തെളിവുമില്ല. അവർ തയ്യാറാക്കിയ കുറ്റപത്രം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ ആവർത്തിച്ച് ഈ കേസിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടി ഈ കേസിലുണ്ടായി. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജിയാണ് നേരിട്ട് വാദം പറയാൻ വന്നത്. അതായത് കഴിഞ്ഞ തവണകളിലൊക്കെ സർക്കാരിന് കടുത്ത വിമർശനം കോടതിയിൽ നിന്നേറ്റ് ഇടതുപക്ഷ സർക്കാർ ഒരു അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു എന്ന് തന്നെ കോടതി പറഞ്ഞു വെച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് DGPക്ക് തന്നെ നേരിട്ട് കേസ് പറയാനായി കോടതിയിലേക്ക് വരേണ്ടി വന്നു. അപ്പോഴും കോടതി വിമർശനം തുടരുകയാണ് ചെയ്തത്. സർക്കാർ ഇന്നലെ നൽകിയ എതിർ സത്യവാങ്മൂലം പരിശോധിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് കേസ് കോടതി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ സർക്കാർ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസ് നേതാവായ INTUC-യുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനെയും KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് LDF സർക്കാർ ഉറച്ചു മുന്നോട്ട് പോകുന്നത്. അതിന്റെ ആ രാഷ്ട്രീയ ബാന്ധവം എന്ത് എന്നതാണ് ഉയർന്നകരമായ ഒരു തീരുമാനം തന്നെയാണത്. അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ബില്ലാണ് വിവരങ്ങൾ നൽകിയത്.